എല്ലാവർക്കും ഗൈഡ് ഫോർ കെമിസ്ട്രിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കെമിസ്ട്രിയിലെ തേർഡ് ചാപ്റ്ററായ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ തേർഡ് പാർട്ടാണ് കേട്ടോ ചെയ്യാൻ പോണേ. അപ്പോൾ ഓൾറെഡി നമ്മൾ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ഈ ചാപ്റ്ററിൻ്റെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ആ ഐ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോയിലേക്ക് പോകാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ ടോപ്പിക്ക് ഇലക്ട്രോനെഗറ്റിവിറ്റി. Definition നോക്കാം. It is the ability of the atom to attract shared pair of electrons. അതായത് ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു ആറ്റത്തിൻ്റെ എബിലിറ്റിനെയാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുക. ഇറ്റ് ഈസ് നോട്ട് എ മെഷറബിൾ ക്വാണ്ടിറ്റി, സോ ഇറ്റ് ഹാസ് നോ യൂണിറ്റ്. മെഷറബിൾ ക്വാണ്ടിറ്റി അല്ലാത്തതുകൊണ്ട് അതിന് യൂണിറ്റ് ഒന്നുമില്ല. ഇനി ഡിഫറെൻറ്റ് സ്കെയിൽസ് ഉണ്ട്. ഇതിൽ ഏറ്റവും നമ്മൾ യൂസ് ചെയ്യുക പോളിംഗ് ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ അല്ലെങ്കിൽ പോളിംഗ് സ്കെയിൽ എന്ന് പറയുന്നതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസിലായാലും കാണാറ്. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് സ്കെയിൽസ് ഉണ്ട്, ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ മൂന്നും ചോദിക്കാം. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് സ്കെയിൽസ് ഓഫ് ഇലക്ട്രോനെഗറ്റിവിറ്റി ടു മെഷർ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് ചോദിക്കാം. അപ്പോൾ ഈ മൂന്നും പഠിച്ചു വയ്ക്കുക. പോളിംഗ് ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ, മുളിക്കൻ ജാഫി സ്കെയിൽ, ഓൾറെഡ് റോഷോ സ്കെയിൽ. ഓക്കെ, ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പറയാം പോളിങ്ങിനെ പറ്റിയിട്ടാണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ അറ്റോമിക് സൈസ്, ന്യൂക്ലിയർ ചാർജ്. ഇത് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ഇലക്ട്രോനെഗറ്റിവിറ്റി, അറ്റോമിക് സൈസും ന്യൂക്ലിയർ ചാർജും, അത്രേനെ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ സൈസ് കൂടുന്തോറും ഇലക്ട്രോനെഗറ്റിവിറ്റി കുറയുന്നു, ന്യൂക്ലിയർ ചാർജ് കൂടുന്നതോറും ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുന്നു മനസ്സിലാക്കുക. കാരണം എന്താ, ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോൾ സൈസ് കുറയും, അപ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടും. ഓക്കെ, ഇനി ഡൗൺ ദ ഗ്രൂപ്പ് ഇലക്ട്രോനെഗറ്റിവിറ്റി കുറയുകയാണ് ചെയ്യുക. അലോങ് ദ പീരീഡ് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടും. കാരണം അലോങ് ദ പീരീഡ് എന്താ ഉണ്ടാവുക, സൈസ് കുറയാണ് ചെയ്യുക, അപ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടും. താഴെ പോകുന്തോറും സൈസ് കൂടുകയാണ് ചെയ്യുക, അപ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കുറയും. ഇനി ഫ്ലൂറിനാണ് മാക്സിമം ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ളത്. കാരണം അത് ഏറ്റവും റൈറ്റ് സൈഡിലാണ്, എക്സ്ട്രീം റൈറ്റിലാണ്, അപ്പോൾ അവിടെയാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ. ഫ്രാൻഷ്യത്തിനാണ് മിനിമം ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ളത്, കാരണം ഏറ്റവും താഴെയാണ്. ഗ്രൂപ്പിൽ നോക്കുമ്പോൾ ഡൗൺ ദ ഗ്രൂപ്പ് ഏറ്റവും താഴെയാണ്. കാണിച്ചു തരാം കേട്ടോ ഞാനിപ്പോൾ. ഇവിടെ നോക്കൂ, ഫ്രാൻഷ്യം ഇവിടെയാണ് ഇരിക്കും, ഗ്രൂപ്പിൻ്റെ താഴെയാണ്. ഡൗൺ ദ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോനെഗറ്റിവിറ്റി കുറയും. അപ്പോൾ ഇവിടെ ഇലക്ട്രോനെഗറ്റിവിറ്റി ഫ്രാൻഷ്യത്തിന് കുറവും, ഫ്ലൂറിൻ ദാ ഇവിടെയാണ് ഇരിക്കണേ. അപ്പോൾ അലോങ് ദ പീരീഡ് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടും, സൈസ് കുറയുന്നതിനനുസരിച്ചിട്ട് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടും. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടേക്ക് സൈസ് കുറയണത് കാരണം ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടും. അതുകൊണ്ടാണ് ഫ്ലൂറിന് കൂടുതലും ഫ്രാൻഷ്യത്തിന് കുറവെന്ന് പറയുന്നത്. ഓക്കെ, in Pauling scale, F is equal to 4.0 and O is equal to 3.5. Pauling scale നോക്കുമ്പോൾ ഫ്ലൂറിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത് 4.0 ആണ്, ഓക്സിജൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത് 3.5 ആണ്. ഓക്കെ, ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് ഫ്ലൂറിൻ ഇസ് ഗ്രേറ്റർ ദാൻ ഓക്സിജൻ. ദി ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് എൻ എലമെന്റ് ഇസ് നോട്ട് കോൺസ്റ്റന്റ്. ഒരു എലമെന്റിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് അല്ല. ഇറ്റ് വേരീസ് ഡിപ്പെൻഡിങ് ഓൺ ദ എലമെന്റ് ടു വിച്ച് ഇറ്റ് ഇസ് ബൗണ്ട്. ഏത് എലമെന്റിനായിട്ടാണ് അത് ബൗണ്ട് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത്, അല്ലാണ്ട് അതൊരു കോൺസ്റ്റന്റ് അല്ല. ഇലക്ട്രോനെഗറ്റിവിറ്റി ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നോൺ മെറ്റാലിക് ക്യാരക്ടർ. അതായത് നോൺ മെറ്റാലിക് ക്യാരക്ടർ കൂടുകയാണെങ്കിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടും. നെഗറ്റീവ് ക്യാരക്ടർ അല്ലേ, അങ്ങനെ ഒന്ന് ആലോചിക്കാം. നോൺ മെറ്റൽ എന്ന് പറയുമ്പോൾ എന്നൊരു നമുക്ക് നെഗറ്റിവിറ്റിയാണ് ഫീൽ ചെയ്യുക അല്ലേ. അപ്പോൾ ഒരു നെഗറ്റീവ് ക്യാരക്ടർ കൂടുന്തോറും ഇലക്ട്രോനെഗറ്റിവിറ്റിയും കൂടും. പോസിറ്റീവ് ക്യാരക്ടർ ആണെങ്കിൽ മെറ്റാലിക് ക്യാരക്ടർ കൂടും. അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുന്നതിനനുസരിച്ച് നോൺ മെറ്റാലിക് ക്യാരക്ടറും കൂടും കേട്ടോ. നോൺ മെറ്റാലിക് ക്യാരക്ടർ എങ്ങനെ കൂടുക, ലെഫ്റ്റ് നിന്ന് റൈറ്റിക്ക് നോൺ മെറ്റാലിക് ക്യാരക്ടർ കൂടും, മേലെ നിന്ന് താഴത്തേക്ക് മെറ്റാലിക് ക്യാരക്ടറാണ് കൂടുക, നോൺ മെറ്റാലിക് ക്യാരക്ടർ കുറയും. അതും ഒരു റീസണായിട്ട് നമുക്ക് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, അപ്പോൾ ഒരെണ്ണം പഠിച്ചു വെച്ചാൽ പല രീതിയിൽ നമുക്ക് അതിനെ ജസ്റ്റിഫൈ ചെയ്യുമ്പോൾ പറയാം. അടുത്ത പ്രോപ്പർട്ടി ഇലക്ട്രോപോസിറ്റിവിറ്റി. ഇറ്റ് ഈസ് ദ ടെൻഡൻസി ഓഫ് ആൻ ആറ്റം ടു ലൂസ് ദ മോസ്റ്റ് ലൂസ്ലി ബൗണ്ട് ഇലക്ട്രോൺ. അതായത് ഏറ്റവും ലൂസായി ബൗണ്ട് ചെയ്ത് കിടക്കുന്ന ഇലക്ട്രോണിനെ ലൂസ് ചെയ്യാനുള്ള ഒരു ആറ്റത്തിൻ്റെ ടെൻഡൻസി. അതായത് ലൂസ്ലി ബൗണ്ട് ഒന്നും അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആറ്റം സ്റ്റേബിൾ ആയിട്ട് ഇരിക്കാനാണ് ആഗ്രഹിക്കുക. അപ്പോൾ ഇങ്ങനെ ലൂസ്ലി ബൗണ്ട് ആയിട്ടുള്ള ഇലക്ട്രോൺസിനൊക്കെ വിട്ട് കളയാൻ തോന്നും. അത് അങ്ങനെ ഒരു ആറ്റത്തിൻ്റെ ടെൻഡൻസിനെയാണ് ഇലക്ട്രോപോസിറ്റിവിറ്റി എന്ന് പറയുക. അപ്പം മെറ്റാലിക് ക്യാരക്ടർ കൂടുന്നതിനനുസരിച്ച് ഇലക്ട്രോപോസിറ്റിവിറ്റിയും കൂടും. ഇവിടെ നമ്മൾ പറഞ്ഞു നോൺ മെറ്റാലിക് ക്യാരക്ടർ കൂടുന്നതിനനുസരിച്ച് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടും. അങ്ങനെയാണെങ്കിൽ മെറ്റാലിക് ക്യാരക്ടർ കൂടുന്നതിനനുസരിച്ച് ഇലക്ട്രോപോസിറ്റിവിറ്റി കൂടും. ഇനി അറ്റോമിക് റേഡിയസ് കൂടുന്നതിനനുസരിച്ച് ഇലക്ട്രോപോസിറ്റിവിറ്റി കൂടും. അറ്റോമിക് റേഡിയസ് കൂടിയാൽ മെറ്റാലിക് ക്യാരക്ടർ കൂടില്ലേ. റേഡിയസ് കൂടുക എന്ന് പറയുമ്പോൾ എന്താ, മെറ്റാലിക് ക്യാരക്ടർ കൂടുന്നത്, അപ്പോൾ ഇലക്ട്രോപോസിറ്റിവിറ്റിയും കൂടും. ഓക്കെ, അതെങ്ങനെയാണ് ഗ്രൂപ്പിലും പീരീഡിലും വേരി ചെയ്യണമെന്നാണ് ഇവിടെ കാണിച്ചു ചെയ്യുന്നത്. അതായത് അലോങ് എ പീരീഡ് ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോൾ ഇലക്ട്രോപോസിറ്റിവിറ്റി കുറയും, കാരണം നോൺ മെറ്റാലിക് നേച്ചറാണ് കൂടുന്നത്, അതുകൊണ്ട് ഇലക്ട്രോപോസിറ്റിവിറ്റി കുറയും. താഴെ പോകുമ്പോൾ മെറ്റാലിക് ക്യാരക്ടർ കൂടുന്ന കാരണം ഇലക്ട്രോപോസിറ്റിവിറ്റി കൂടും. ഇനി ഫ്രാൻഷ്യയാണ് മോസ്റ്റ് ഇലക്ട്രോപോസിറ്റീവ് ആയിട്ടുള്ള എലമെന്റ്, ഫ്ലൂറിനാണ് ലീസ്റ്റ് ഇലക്ട്രോപോസിറ്റീവ് ആയിട്ടുള്ള എലമെന്റ്. മറ്റോടത്ത് നമ്മൾ എന്താ പറഞ്ഞത്, ഫ്രാൻഷ്യയാണ് ലീസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള എലമെന്റ് എന്നും ഫ്ലൂറിനാണ് മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള എലമെന്റ് എന്നാണ് പറഞ്ഞത്. കാരണം നോൺ മെറ്റാലിക് ക്യാരക്ടറും ഇലക്ട്രോനെഗറ്റിവിറ്റി തമ്മിലുള്ള റിലേഷനാണ്. ഇവിടെ ഇലക്ട്രോപോസിറ്റിവിറ്റി മെറ്റാലിക് ക്യാരക്ടർ അല്ലെങ്കിൽ അറ്റോമിക് റേഡിയസ് തമ്മിലുള്ള റിലേഷനാണ്. ഓക്കെ,
ഇനി അടുത്ത പ്രോപ്പർട്ടി വാലൻസിയാണ്. ഇറ്റ് ഈസ് എ കമ്പൈനിങ് കപ്പാസിറ്റി ഓഫ് എൻ എലമെൻറ്റ്. എലമെൻറ്റിൻ്റെ ഒരു കമ്പൈനിങ് കപ്പാസിറ്റിനെയാണ് വാലൻസി എന്ന് പറയുക. ഓർ ഇറ്റ് ഈസ് എ നമ്പർ ഓഫ് ഇലക്ട്രോൺ ലോസ്റ്റ് ഓർ ഗെയിൻ ബൈ എൻ ആറ്റം ഡ്യൂറിങ് എ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷനിൽ ആറ്റത്തിന് നഷ്ടപ്പെടുന്ന ഇലക്ട്രോണിൻ്റെ അല്ലെങ്കിൽ ഗെയിൻ ചെയ്യപ്പെടുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണത്തിനെയാണ് വാലൻസി എന്ന് പറയുക. അലോങ് എ പീരീഡ് വാലൻസി ഫസ്റ്റ് ഇൻക്രീസസ് അപ് ടു ദ മിഡിൽ ദെൻ ഡിക്രീസസ് ഫോർ എസ് ആൻഡ് പി ബ്ലോക്ക് ഓൺലി. അതായത് എസ് പി ബ്ലോക്ക് എലമെൻറ്റ്സ് എടുക്കുമ്പോൾ അവിടെ വാലൻസി ആദ്യം കൂടും, മിഡിൽ വരെ കൂടും, പിന്നെ അങ്ങോട്ട് കുറയാൻ തുടങ്ങും. ഓക്കെ, ഇനി ഇൻ എ ഗ്രൂപ്പ് വാലൻസി റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ഗ്രൂപ്പിൽ വാലൻസി കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ ട്രാൻസിഷൻ എലമെൻറ്റ്സ് ക്യാൻ ഷോ വേരിയബിൾ വാലൻസി. ട്രാൻസിഷൻ എലമെൻറ്റ്സിന് പലതരത്തിലുള്ള വാലൻസിങ് കാണിക്കാൻ പറ്റും. വാലൻസി എന്ന് പറയുന്നത് ഓക്സിഡേഷൻ നമ്പറിന് ഈക്വൽ ആണ്. ഓക്കെ, the only difference is that oxidation number has negative or positive sign but valency does not have any sort of sign. അപ്പോൾ വാലൻസി എന്ന് പറയുന്നത് ഒരു വാല്യൂ ആണ്, അതിന് സൈൻ ഒന്നുമില്ല. ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ അതിന് സൈൻ ഉണ്ട്, അത്ര ഡിഫറൻസ് ഉള്ളൂ വാലൻസി ഓക്സിഡേഷൻ തമ്മിൽ. ബാക്കി മാഗ്നിറ്റ്യൂഡും കാര്യങ്ങളും എങ്ങനെ കാൽക്കുലേറ്റ് സെയിം ആണ്. ഓക്കെ, ഇനി അടുത്തത് പീരിയോഡിക് ട്രെൻഡ്സ് ഇൻ കെമിക്കൽ പ്രോപ്പർട്ടീസ്. അപ്പോൾ നമ്മൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓൾറെഡി ഡിസ്കസ് ചെയ്തു, ഇനി കെമിക്കൽ പ്രോപ്പർട്ടീസ് നോക്കാം. അതിൽ ആദ്യത്തെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ പീരിയോഡിസിറ്റി ഓഫ് വാലൻസ്. ദ വാലൻസ് ഇസ് ദ മോസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് ദി എലമെൻറ്റ്സ് ആൻഡ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ഇൻ ടേംസ് ഓഫ് ദർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ വാലൻസ് എന്ന് പറയുന്നതാണ് ഏറ്റവും ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള പ്രോപ്പർട്ടി എലമെൻസിൻ്റെ. അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വഴിയാണ് നമ്മൾ വാലൻസി കണ്ടുപിടിക്കുക. ദ വാലൻസ് ഓഫ് ദി റിപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ് ഇസ് യൂഷ്വലി ഈക്വൽ ടു ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർമോസ്റ്റ് ഓർബിറ്റൽ ഓർ ഈക്വൽ ടു ദ 8 മൈനസ് ദ നമ്പർ ഓഫ് ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺസ്. അതായത് വാലൻസി കണ്ടുപിടിക്കണമെങ്കിൽ ഒന്നല്ലെങ്കിൽ അതിൻ്റെ ഔട്ടർമോസ്റ്റ് ഓർബിറ്റലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവണോ അതിന് ഈക്വലാണ്, അല്ലെങ്കിൽ 8 ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണിൽ എത്ര നമ്പർ ഉണ്ടോ അത് മൈനസ് ചെയ്ത് കിട്ടുന്നതാണ്. അതായത് നമ്മൾ ഇപ്പോൾ പീരിയോഡിക് ടേബിളിൽ നോക്കുകയാണെങ്കിൽ എസ് തൊട്ട് പി എന്ന് നമ്മൾ പറഞ്ഞു, എസ് ബ്ലോക്കും പി ബ്ലോക്കും ഒരുമിച്ച് എടുക്കുമ്പോൾ അതിൽ മിഡിൽ വരെ ഒരേ ഇൻക്രീസ് ചെയ്യും വാലൻസി, പിന്നെ അങ്ങോട്ട് ഡിക്രീസ് ചെയ്യുമെന്ന് പറഞ്ഞു. അതായത് നൈട്രജൻ വരെ 3 ആണ് വാലൻസി കാണിക്കുന്നത്, പിന്നീട് അങ്ങോട്ട് അതായത് ലിഥിയം എടുക്കുമ്പോൾ 1, ബെർലിയം 2, ബോറോൺ 3, കാർബൺ 4, നൈട്രജൻ വീണ്ടും 3, പിന്നെ ഓക്സിജൻ 2, ഫ്ലൂറിൻ 1, നിയോൺ അങ്ങനെയൊന്നുമില്ല. നിയോണിന് വാലൻസി ഇല്ല, കാരണം കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്, ഇനി വേറൊരു വാലൻസ് ഇലക്ട്രോൺ ഇല്ല, അതുകൊണ്ട് നിയോൺ അതിന് വാലൻസി ഒന്നും പറയാനില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് വാലൻസിയുടെ ട്രെൻഡ് പോണ്. ഇവിടെ വരെ കൂടും, പിന്നെ അങ്ങോട്ട് കുറയും. ഓക്കെ, ഇനി nowadays the term oxidation state is frequently used for valence. അപ്പോൾ വാലൻസിക്ക് പകരം ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. The oxidation state of an element in a particular compound can be defined as the charge acquired by its atom on the basis of the electronegative consideration from other atoms in the molecule. ഒരു മോളിക്യൂളിൽ മറ്റുള്ള ആറ്റത്തിനെ കമ്പയർ ചെയ്ത് ഇലക്ട്രോണെഗറ്റിവിറ്റിനെ ബേസ് ചെയ്തിട്ട് ആ കമ്പൗണ്ടിൽ ആ ആറ്റം അക്വയർ ചെയ്യുന്ന ചാർജിനെയാണ് എലമെൻറ്റിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുക. അപ്പോൾ ഒരു കമ്പൗണ്ടിൽ ഒരു എലമെൻറ്റിന് ഉണ്ടാവുന്ന ഒരു ചാർജിനെയാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് നമുക്ക് ചുരുക്കി പറയാം. ഓക്കെ, ഡിപ്പെൻഡിങ് ഓൺ ദർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇനി അടുത്ത പീരിയോഡിക് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ അനോമലസ് പ്രോപ്പർട്ടി ഓഫ് സെക്കൻഡ് പീരീഡ് എലമെൻറ്റ്സ്. സെക്കൻഡ് പീരീഡ് എലമെൻറ്റ്സിൻ്റെ ഒരു വ്യത്യസ്ത സ്വഭാവം അതെന്താ നോക്കാം. അതിൽ തന്നെ 2 എണ്ണം ഉണ്ട്. ഒന്ന് ഡയഗണൽ റിലേഷൻഷിപ്പ്, വേറെ ഒരെണ്ണം എന്ന് പറയുന്നത് അതിൻ്റെ കോവലൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്. ഓക്കെ, സോ ആദ്യം നമുക്കിത് ഡിസ്കസ് ചെയ്യാം. ഈ ഡയഗണൽ റിലേഷൻഷിപ്പ് എന്താ നോക്കാം. The first element of each group 1 and 2 and groups 13 to 17 differ in many respects from the other members of the respective group. അപ്പോൾ ഒരു ഗ്രൂപ്പിൽ എടുത്ത് നോക്കുമ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് ആയാലും സെക്കൻഡ് ഗ്രൂപ്പ് ആയാലും 13th തൊട്ട് 17ലെ ഫസ്റ്റ് എലമെൻറ്റ്സ് ആയാലും ഫസ്റ്റ് ഗ്രൂപ്പിലെ സെക്കൻഡ് ഗ്രൂപ്പിലെ 13 തൊട്ട് 17 ഗ്രൂപ്പിലെ ഫസ്റ്റ് എലമെൻറ്റ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ഗ്രൂപ്പിൽ ബാക്കിയുള്ള മെമ്പേഴ്സിന് വെച്ചിട്ട് അവർ വ്യത്യസ്തരാണ്. ഫോർ എക്സാമ്പിൾ, ലിത്തിയം അൺലൈക്ക് അതർ ആൽക്കലി മെറ്റൽസ് ആൻഡ് ബെർലിയം അൺലൈക്ക് അതർ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ഫോം കമ്പൗണ്ട്സ് വിത്ത് പ്രൊനൗൺസ്ഡ് കോവലൻ ക്യാരക്ടർ. ഓക്കെ, അപ്പോൾ ലിത്തിയവും ബെർലിയവും നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ലിത്തിയവും ബെർലിയം ഒഴിച്ച് ബാക്കി എല്ലാവരും അയണിക് കമ്പൗണ്ട്സ് ഉണ്ടാക്കുക, ഇവർ കോവലൻ്റ് ആണ് ഉണ്ടാക്കുക. അപ്പോൾ ഫസ്റ്റ് എലമെൻറ്റ്സ് ആയിട്ടുള്ള ഫസ്റ്റ് ഗ്രൂപ്പിലെയും സെക്കൻഡ് ഗ്രൂപ്പിലെ എലമെൻറ്റ്സ് ആണ് ലിത്തിയം ബെർലിയം റെസ്പെക്റ്റീവ്ലി. അപ്പോൾ അവരുടെ ഗ്രൂപ്പിലെ ബാക്കിയുള്ള എലമെൻറ്റ്സിനെ കമ്പയർ ചെയ്തിട്ട് അവർക്ക് വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടറാണ് അവർക്കുള്ളത്. അവർ കോവലൻ ക്യാരക്ടർ ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ് ഉണ്ടാക്കുക, പക്ഷേ ബാക്കിയുള്ളവരുണ്ടാക്കുക അയണിക്കാണ്. ദ അതർ മെമ്പേഴ്സ് ഓഫ് ദീസ് ഗ്രൂപ്പ്സ് പ്രിഡോമിനൻ്റ്ലി ഫോം അയണിക് കമ്പൗണ്ട്സ്. ഇനി ഇൻ ഫാക്ട് the behavior of lithium and beryllium is more similar with the second element of the following group, that is magnesium and aluminium. അപ്പോൾ അടുത്ത ഗ്രൂപ്പിലെ സെക്കൻഡ് എലമെൻ്റ് ആയിട്ട് അവർക്ക് നല്ല സിമിലാരിറ്റി ഉണ്ട്. അതായത് ലിഥിയം നോക്കുമ്പോൾ അതിന് സിമിലാരിറ്റി ഉണ്ടാവുക മെഗ്നീഷ്യത്തിനോടാണ്, ബെർലിയം നോക്കുമ്പോൾ അതിന് സിമിലാരിറ്റി ഉണ്ടാവുക അലുമിനിയത്തിലാണ്. ഞാൻ കാണിച്ചു തരാം. ഡയഗണൽ റിലേഷൻഷിപ്പ് എന്നാണ് അതിനെ പറയുക. ദിസ് സോർട്ട് ഓഫ് സിമിലാരിറ്റി ഈസ് കോമൺലി റെഫേർഡ് ടു ആസ് ഡയഗണൽ റിലേഷൻഷിപ്പ് ഇൻ പീരിയോഡിക് പ്രോപ്പർട്ടി. കാണിച്ചു തരാം. അതായത് ഇതാണ് നമ്മുടെ പീരിയോഡിക് ടേബിൾ. ഈ പീരിയോഡിക് ടേബിളിൽ ലിഥിയം ബെർലിയം എവിടെയാണ് ഇരിക്കുന്നത്. ലിഥിയത്തിന്
ഒരു എന്താ പറയുക സിമിലർ പ്രോപ്പർട്ടി കാണിക്കുക മാഗ്നീഷ്യമാണ്. ബെറിലിയം സിമിലർ പ്രോപ്പർട്ടി കാണിക്കുക അലുമിനിയത്തിനോടാണ്. ഓക്കെ, അതാണ് ഡയഗണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഡയഗണലായിട്ട് തോന്നില്ല ബെറിലിയം അലുമിനിയം തമ്മിൽ, പക്ഷെ നമ്മൾ സാധാരണ കൺസിഡർ ചെയ്യുമ്പോൾ ഇങ്ങനെ കൺസിഡർ ചെയ്താണ് പോകാറ്. അതായത് എസ് ബ്ലോക്ക് കഴിഞ്ഞാൽ പിന്നെ പി ബ്ലോക്ക്, പിന്നെ ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക്, അങ്ങനെയാണ് കൺസിഡർ ചെയ്ത് പോവുക. ഓക്കെ, പക്ഷെ ഗ്രൂപ്പ് നമ്പർ പറയുമ്പോൾ 1 2 3 4 എന്ന് പറഞ്ഞിട്ട് പോകുന്നു മാത്രം. അപ്പോൾ ലിഥിയത്തിൻ്റെ ഡയഗണൽ റിലേഷൻഷിപ്പ് മെഗ്നീഷ്യത്തിനോടാണെങ്കിൽ ബെറിലിയത്തിന് ഉണ്ടാവുക അലുമിനിയത്തിനോടാണ്. ഇനി അടുത്ത പോയിന്റ് ഇതിൽ എന്താ പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ കോവലൻസിയാണ്. അതായത് what are the reasons for the different chemical behavior of the first member of a group of elements in S and P blocks compared to that of the subsequent members in the same group? അപ്പോൾ ഈ anomalous behaviorൻ്റെ കാരണം എന്താണെന്നാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. The anomalous behavior is attributed to the small size, large charge or radius ratio and high electronegativity of the elements. ഓക്കെ, അപ്പോൾ anomalous behaviorന് കാരണം സൈസ്, അതിൻ്റെ ന്യൂക്ലിയർ ചാർജ്, പിന്നെ ഇലക്ട്രോനെഗറ്റിവിറ്റി, പിന്നെ ഒരു പ്രോപ്പർട്ടിയും കൂടി ഉണ്ട്. അത് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് വരുന്നത്. അത് ഞാൻ ഷോർട്ടാക്കി പറയുകയാണെങ്കിൽ നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഡ്യൂ ടു ദി അൺഅവൈലബിലിറ്റി ഓഫ് വാലൻസ് ഓർബിറ്റൽസ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനിലേക്ക് പോകാം. ഇൻ അഡീഷൻ ദ ഫസ്റ്റ് മെമ്പർ ഓഫ് ദ ഗ്രൂപ്പ്, പക്ഷേ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സെപ്റ്റംബർ 2016 മാർച്ച് 2016 സെപ്റ്റംബർ 2014 റിപ്പീറ്റഡായി ചോദിച്ചിട്ടുണ്ട് എന്താണ് ഈ അനോമലസ് ബിഹേവിയറിന് കാരണം എന്ന്. സ്മോൾ സൈസ്, ന്യൂക്ലിയർ ചാർജ്, ഇലക്ട്രോനെഗറ്റിവിറ്റി, പിന്നെ ആ വാലൻസ് ഓർബിറ്റലിൻ്റെ കാര്യം കൂടി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അത്ര എഴുതിയാൽ മതി. ഇതൊക്കെ വെറും എക്സ്പ്ലനേഷനാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നതും. ഇൻ അഡീഷൻ ദ ഫസ്റ്റ് മെമ്പർ ഓഫ് ദ ഗ്രൂപ്പ് ഹാസ് ഓൺലി 4 വാലൻസ് ഓർബിറ്റൽസ് അവൈലബിൾ ഫോർ ബോണ്ടിങ്, whereas the second member of the group have 9 valence orbitals, 3s, 3p and 3d. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മെമ്പർ ഗ്രൂപ്പിലെ ഫസ്റ്റ് മെമ്പർ എടുക്കുമ്പോൾ അതിന് 4 വാലൻസ് ഓർബിറ്റലേ ഉള്ളൂ. ഓക്കെ, അതായത് 2sഉം 2pയും എന്നുള്ള 4 വാലൻസ് ഓർബിറ്റലേ ഉള്ളൂ ബോണ്ടിങ്ങിനായിട്ട്. പക്ഷേ സെക്കൻഡ് മെമ്പർ എടുക്കുമ്പോഴോ നമുക്ക് 9 വാലൻസ് ഓർബിറ്റൽ കിട്ടുന്നുണ്ട്, 3s, 3p, 3d. ഇതൊക്കെ ബേസ് ചെയ്യുന്നത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഞാൻ പറഞ്ഞില്ലേ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒരു എലമെൻറ്റിൻ്റെ നമുക്ക് അറിയുന്നുണ്ടോ എന്നാൽ പിന്നെ എല്ലാ പീരിയോഡിക് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഇനി ആസ് എ കോൺസിക്വൻസ് ഓഫ് ദിസ് the maximum covalency of the first member of each group is 4. അപ്പോൾ 4 വാലൻസ് ഓർബിറ്റൽ മാത്രമേ ഫസ്റ്റ് മെമ്പറിനുള്ളൂ. അതുകൊണ്ട് കോവലൻസി 4 ആണ്. മാക്സിമം 4 വരെ പോവാം. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ബോറോൺ ക്യാൻ ഫോം a compound B4-, whereas the other members of the group can expand the valence shell to accommodate more than 4 pairs of electrons. That is, aluminium forms AlF6 3-. അപ്പോൾ ബാക്കിയുള്ള മെമ്പേഴ്സിന് എടുക്കുമ്പോൾ ഫസ്റ്റ് എലമെൻറ്റിനെ വിട്ട് ആ ഗ്രൂപ്പിലെ ബാക്കിയുള്ള എലമെൻസിന് എടുക്കുമ്പോൾ അതിന് 4ൽ കൂടുതൽ ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ബാലൻസ് ഷെല്ലുള്ള കാരണം അവർക്ക് കൂടുതൽ കോവലൻസി ഉള്ള ഒരു കോമ്പൗണ്ട് ഉണ്ടാക്കാൻ പറ്റും. ലൈക്ക് അലുമിനിയം AlF6 3- പോലത്തെ ഒരു കോമ്പൗണ്ട്. ഓക്കെ, ഇനി അടുത്തത് കെമിക്കൽ റിയാക്ടിവിറ്റി കേട്ടോ. The chemical reactivity of an element can be best shown by its reaction with oxygen and halogen. അപ്പോൾ ഒരു എലമെൻറ്റിൻ്റെ കെമിക്കൽ റിയാക്ടിവിറ്റി അറിയണമെങ്കിൽ നമുക്ക് അതിനെ ആ എലമെൻറ്റിനെ ഓക്സിജനായിട്ടും ഹാലജനായിട്ടും റിയാക്ട് ചെയ്യിപ്പിച്ചാൽ മതി. ഹിയർ വി ഷാൽ കൺസിഡർ ദ റിയാക്ഷൻ ഓഫ് ദി എലമെൻറ്റ്സ് വിത്ത് ഓക്സിജൻ ഓൺലി. ഇവിടെ നമ്മൾ ഓക്സിജനായിട്ട് എലമെൻറ്റ്സിനെ റിയാക്ട് ചെയ്തിട്ടാണ് കൺസിഡർ ചെയ്യണത്. അതിൻ്റെ കെമിക്കൽ റിയാക്ടിവിറ്റി എങ്ങനെയാണെന്നുള്ളത്. എലമെൻറ്റ്സ് ഓൺ ദ 2 extremes ഓഫ് എ പീരീഡ് ഈസിലി കമ്പൈൻ വിത്ത് ഓക്സിജൻ ടു ഫോം ഓക്സൈഡ്സ്. ആ പീരീഡിൻ്റെ 2 എക്സ്ട്രീമിൽ ഇരിക്കുന്ന എലമെൻറ്റ്സിനും ഓക്സിജനായിട്ട് പെട്ടെന്ന് ഓക്സൈഡ്സ് ഫോം ചെയ്യാൻ പറ്റും. ദ നോർമൽ ഓക്സൈഡ് ഫോം ബൈ ദ എലമെൻറ്റ് ഓൺ ദ എക്സ്ട്രീം ലെഫ്റ്റ് ഇസ് മോസ്റ്റ് ബേസിക്, ദാറ്റ് ഇസ് Na2O. അതായത് എക്സ്ട്രീം ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ മെറ്റൽസ് ഫോം ചെയ്യുന്ന ഓക്സൈഡ്സ് കൂടുതൽ ബേസിക് ആയിരിക്കും. അതിന് ഷോർട്ട് കട്ട് പറഞ്ഞുതരാം. മോബ് എന്ന് പഠിച്ചാൽ മതി. മെറ്റൽ ഓക്സൈഡ്സ് ആർ ബേസിക്. ഓക്കെ, അപ്പോൾ അതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, അത് ഞാൻ ഡിസ്കസ് ചെയ്യാം. അതിന് മുമ്പ് ഇത് പറഞ്ഞു തരാം. അപ്പോൾ എക്സ്ട്രീം ലെഫ്റ്റിൽ എന്ന് പറഞ്ഞാൽ മെറ്റൽസ് ആണ്. അപ്പോൾ മെറ്റൽസ് കൂടുതൽ ബേസിക് ആണ്. മോബ് എന്നാണ് ഷോർട്ട് ട്രിക്ക് കേട്ടോ. whereas that formed by the elements on extreme right is the most acidic. അപ്പോൾ എക്സ്ട്രീം റൈറ്റിലുള്ളത് ഏതാ? നോൺ മെറ്റാലിക്, അത് അസിഡിക്. അപ്പോൾ നമ്മൾ മോബ് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് നമുക്ക് എന്തായാലും കിട്ടും. ഫോർ എക്സാമ്പിൾ Cl2O7. ഇനി ഓക്സൈഡ്സ് ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ സെൻറ്റർ ആർ ആംഫോട്ടറിക്. സെൻറ്ററിലുള്ള എലമെൻറ്റ്സിൻ്റെ ഓക്സൈഡ്സ് എന്ന് പറയുന്നത് ആംഫോട്ടറിക് ആണ്, അല്ലെങ്കിൽ ന്യൂട്രൽ ആണ്. Al2O3, As2O3, അല്ലെങ്കിൽ ന്യൂട്രൽ ആയിട്ടുള്ള CO, NO, N2O. ഓക്കെ, ഇനി ആംഫോട്ടറിക് ഓക്സൈഡ്സ് എന്ന് പറഞ്ഞാൽ ബിഹേവ് ആസ് ആസിഡിക് വിത്ത് ബേസസ് ആൻഡ് ബേസിക് വിത്ത് ആസിഡ്സ്. അപ്പോൾ ആംഫോട്ടറിക് ഓക്സൈഡ്സ് എന്ന് പറഞ്ഞാൽ ബേസിൻ്റെ ഒപ്പം ആസിഡിക് ആയിട്ട് ബിഹേവ് ചെയ്യും, ആസിഡിനൊപ്പം ബേസ് ആയിട്ട് ബിഹേവ് ചെയ്യും. ന്യൂട്രൽ ഓക്സൈഡ്സ് ഹാവ് നോ അസിഡിക് ഓർ ബേസിക് പ്രോപ്പർട്ടി. ന്യൂട്രൽ ഓക്സൈഡ്സ് എന്ന് പറഞ്ഞാൽ അവർ അസിഡിക് പ്രോപ്പർട്ടിയോ ബേസിക് പ്രോപ്പർട്ടിയോ കാണിക്കില്ല. ഇനി അടുത്ത ടോപ്പിക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, ബ്ലോക്സ് ഇൻ മോഡേൺ പീരിയോഡിക് ടേബിൾ. ഈ ടോപ്പിക് എന്ന് പറഞ്ഞാൽ
ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞില്ലേ ആദ്യം എടുക്കേണ്ട ടോപ്പിക്കാണ്. നമ്മൾ പീരിയോഡിക് ട്രെൻഡ്സിനെ പറ്റി പഠിക്കാനായിട്ട് മുമ്പ് എടുക്കേണ്ടതാണ്. പക്ഷേ എനിക്ക് തോന്നി നിങ്ങൾക്ക് ആ ടേംസ് ഫെമിലിയർ ആയതിനു ശേഷം ഈ ബ്ലോക്സ് പഠിക്കുന്നതായിരിക്കും എളുപ്പം തോന്നി. ഇപ്പം നിങ്ങൾക്ക് ഇനി ഈ ബ്ലോക്സ് നോക്കുമ്പോൾ ബ്ലോക്കിലെ ഓരോ പ്രോപ്പർട്ടീസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. കാരണം എന്താണ് ആ ടേം എന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇവിടെ നമുക്ക് പഠിക്കാനുള്ള ബ്ലോക്കുകൾ ഏതാ? എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക്. ഓക്കെ. The modern periodic table is divided into the 4 blocks based on the subshell in which the last electron enters. ലാസ്റ്റ് ഇലക്ട്രോൺ ഏത് ഷെല്ലിലെ സബ് ഷെല്ലിലേക്കാണോ എൻട്രി ചെയ്യണത് അതിനെ ബേസ് ചെയ്തിട്ടാണ് അതിന് പേരിട്ടണത്. ഉണ്ടോ? എസ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എസ് സബ് ഷെല്ലായിരിക്കും ലാസ്റ്റ് ഷെൽ, ഔട്ടർ മോസ്റ്റ് ഷെൽ എന്ന് പറയുന്നത്. പി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ലാസ്റ്റ് പി ആയിരിക്കും സബ് ഷെൽ, ഡി എന്ന് പറഞ്ഞാൽ ഡി ആയിരിക്കും, എഫ് എന്ന് പറഞ്ഞാൽ എഫ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് ഇലക്ട്രോൺ ഏത് സബ് ഷെല്ലിലേക്കാണ് എൻ്റർ ചെയ്യണത് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഓരോ ബ്ലോക്കിനും പേരിട്ടണത്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് എസ്, പി, ഡി, എഫിൻ്റെ ഒരു ചെറിയ ബ്രീഫായിട്ടുള്ളൊരു ഓവർവ്യൂ ആണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. തുടർന്ന് ഇങ്ങനെ ചാപ്റ്റേഴ്സ് പോകും തോറും നമ്മൾ എസ് ബ്ലോക്കും പി ബ്ലോക്കാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ നമുക്ക് എന്താണ് ഈ ബ്ലോക്സിലെ പ്രോപ്പർട്ടീസ്, എന്തൊക്കെയാണ് ഈ ബ്ലോക്സിൽ പറയണേ നോക്കാം. അപ്പോൾ നോക്കൂ, ഇതാണ് എസ് ബ്ലോക്ക് എലമെൻസിനെ പറ്റിയിട്ട് പറയാനുള്ളത്. നമ്മുടെ ടെക്സ്റ്റ് ആട്ടോ. അപ്പോൾ ദ എലമെൻറ്റ്സ് ഓഫ് ഗ്രൂപ്പ് 1 ആൽക്കലി മെറ്റൽസ് ആൻഡ് ഗ്രൂപ്പ് 2 ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് വിച്ച് ഹാവ് NS1 and NS2 outermost electronic configuration belong to the S block elements. അപ്പോൾ നമ്മുടെ എസ് ബ്ലോക്കിൽ ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 2 ആണ് ഉള്ളത്. അതിൽ ഗ്രൂപ്പ് 1 എന്ന് പറഞ്ഞാൽ ആൽക്കലി മെറ്റൽസ് എന്ന് പറയും, ഗ്രൂപ്പ് 2 ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്നും പറയും. ഓക്കെ, ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം. അതായത് ഇവിടെ നോക്കൂ, ഇതാണ് എസ് ബ്ലോക്ക്. ഈ 2 ബ്ലോക്കിനെയാണ് കൂടിയിട്ടാണ് വിളിക്കുക എസ് ബ്ലോക്ക് എന്ന്. അപ്പോൾ ഇത് ഗ്രൂപ്പ് 1 ആണ്, ഇത് ഗ്രൂപ്പ് 2 ആണ്. അപ്പോൾ ഈ ഗ്രൂപ്പ് 1 നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ആൽക്കലി മെറ്റൽസ്. ഗ്രൂപ്പ് 2 ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് വിളിക്കും. അപ്പോൾ അങ്ങനെ ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 2 NS1 NS2 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് ആണ് ഉള്ളത്. ഓക്കെ. ഇനി they are all reactive metals with low ionization enthalpy. ഇതെല്ലാം റിയാക്റ്റീവ് മെറ്റൽസ് ആണ്. ലോ അയണൈസേഷൻ എൻതാൽപ്പി ആണുള്ളത്. റിയാക്റ്റീവ് മെറ്റൽസ് എന്ന് പറഞ്ഞാൽ എന്താ? പെട്ടെന്ന് റിയാക്ട് ചെയ്യണത്. ഓക്കെ. അപ്പോൾ മെറ്റൽസ് ആണ് കൂടുതൽ റിയാക്ട് ചെയ്യുക. ഈ എസ് ബ്ലോക്കിലുള്ള എലമെന്റ്സ് എന്ന് പറയുന്നത് റിയാക്റ്റീവ് മെറ്റൽസ് ആണ്. അപ്പോൾ അവർക്ക് ലോ അയണൈസേഷൻ എൻതാൽപ്പി ഉള്ളത്. എന്തുകൊണ്ടാണ് ലോ അയണൈസേഷൻ എൻതാൽപ്പി ഉള്ളത്? സൈസ് കുറവല്ലേ. അപ്പോൾ അവിടുന്ന് ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ ആഡ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാനുള്ള പ്രോസസ്സ്. അപ്പോൾ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് എളുപ്പമല്ലേ? ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സൈസ് കുറവായ കാരണം അധികം എനർജി എക്സ്പെൻഡ് ചെയ്യണ്ടല്ലോ. സോ അയണൈസേഷൻ എൻതാൽപ്പി അവിടെ കുറവാണ്. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ എസ് ബ്ലോക്കിലുള്ള എലമെന്റ്സ് എല്ലാം റിയാക്റ്റീവ് മെറ്റൽസ് ആണ്, ലോ അയണൈസേഷൻ എൻതാൽപ്പി ആണ് ഉള്ളത്. ദ ലൂസ് ദി ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ readily to form 1+ ion in case of alkali metals or 2+ ion in case of alkaline earth metals. അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിനെ ലൂസ് ചെയ്തിട്ട് 1+ ion ആവും. അത് ആൽക്കലി മെറ്റൽസിൻ്റെ കേസ്, 2+ ion ആവും ഇൻ കേസ് ഓഫ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. അപ്പോൾ the metallic character and the reactivity increases as we go down the group. Down the group എന്ന് പറഞ്ഞാൽ ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് പോകുന്തോറും സൈസ് കൂടും അല്ലേ? സൈസ് കൂടുന്നതിനനുസരിച്ച് മെറ്റാലിക് ക്യാരക്ടറും കൂടും. അങ്ങനെ മെറ്റാലിക് ക്യാരക്ടർ കൂടിയാൽ റിയാക്ടിവിറ്റി കൂടും. അതാണ് ഓർത്തിരിക്കേണ്ടത്. മെറ്റാലിക് ക്യാരക്ടർ കൂടിയാൽ റിയാക്ടിവിറ്റി കൂടും. അപ്പോൾ സൈസ് കൂടുന്നതിനനുസരിച്ച് മെറ്റാലിക് ക്യാരക്ടർ കൂടും, മെറ്റാലിക് ക്യാരക്ടർ കൂടുന്നതിനനുസരിച്ച് റിയാക്ടിവിറ്റി കൂടും. അതാണ് ഡൗൺ ദ ഗ്രൂപ്പ് മെറ്റാലിക് ക്യാരക്ടർ ആയാലും റിയാക്ടിവിറ്റി ആയാലും കൂടുന്നത്. ബിക്കോസ് ഓഫ് ദി ഹൈ റിയാക്ടിവിറ്റി ദേ ആർ നെവർ ഫൗണ്ട് പ്യുവർ ഇൻ നേച്ചർ. അതായത് അവർ ഭയങ്കര ഹൈലി റിയാക്റ്റീവ് ആയ കാരണം അവർ നേച്ചറിൽ ഇങ്ങനെ പ്യുവർ ഫോമിൽ കാണില്ല. ഓക്കെ. The compounds of the S block elements, with an exception of those lithium and beryllium, are predominantly ionic. അതായത് ലിഥിയം ബെർലിയം ഉണ്ടാക്കുന്ന കോമ്പൗണ്ട്സിനെ ഒഴിച്ച് ബാക്കിയുള്ള എസ് ബ്ലോക്ക് എലമെന്റ്സ് ഉണ്ടാക്കുന്ന കോമ്പൗണ്ട്സ് എല്ലാം അയണിക് കോമ്പൗണ്ട്സ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് എസ് ബ്ലോക്ക് എലമെന്റ്സിനെ പറ്റി പഠിക്കാനുള്ളത്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 2 അതായത് ആൽക്കലി മെറ്റൽസ് കണ്ടെയ്ൻ ചെയ്യുന്ന ഗ്രൂപ്പ് 1 ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് കണ്ടെയ്ൻ ചെയ്യുന്ന ഗ്രൂപ്പ് 2 ആണ് എസ് ബ്ലോക്ക് എലമെന്റ്സിലുള്ള. അവരുടെ ഒട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് NS1 to 2 ആണ്. ഓക്കെ. NS1 to 2 എന്ന് പറയാം, അല്ലെങ്കിൽ NS1 NS2 അങ്ങനെയും പറയാം. ഓക്കെ. സോ NS1 to 2 എന്നാണ് നോർമലി നമ്മൾ കൂട്ടിച്ചേർത്താണ് പറയാറ്. അപ്പോൾ അതാണ് അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അവരെല്ലാവരും റിയാക്റ്റീവ് മെറ്റൽസ് ആണ്, ലോ അയണൈസേഷൻ എൻതാൽപ്പി ആണ് ഉള്ളത്. അവരുടെ മെറ്റാലിക് ക്യാരക്ടർ താഴെ പോകുന്തോറും കൂടും, റിയാക്ടിവിറ്റി താഴെ പോകുന്തോറും കൂടും. അവരെ പ്യുവർ ഫോമിൽ ഒരിക്കലും നേച്ചറിൽ കാണില്ല, ഹൈലി റിയാക്റ്റീവ് ആയ കാരണം. പിന്നെ
ലിഥിയവും ബെർലിയവും ഉണ്ടാക്കുന്ന കോമ്പൗണ്ട്സ് ഒഴിച്ച് ബാക്കി എല്ലാ എസ് ബ്ലോക്ക് എലമെൻസിൻ്റെ കോമ്പൗണ്ട്സും അയണിക്കാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ എസ് ബ്ലോക്കിനെ പറ്റി പഠിച്ചത്. ഇനി അടുത്ത പി ബ്ലോക്ക് എലമെൻസ് ആട്ടോ. പി ബ്ലോക്ക് എലമെൻറ്റ്സ് കംപ്രൈസ് ദോസ് ബിലോങ്ങിങ് ടു ഗ്രൂപ്പ് 13 to 18. 13 തൊട്ട് 18 വരെയുള്ള ഗ്രൂപ്പാണ് പി ബ്ലോക്ക് എലമെൻറ്റ്സിലുള്ളത്. And these together with the S block elements are called representative elements or main group elements. അപ്പോൾ ഈ പി ബ്ലോക്കും എസ് ബ്ലോക്കും കൂടിയിട്ട് വിളിക്കേണ്ടതാണ് റിപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ് അല്ലെങ്കിൽ മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സ് എന്ന്. ഞാൻ കാണിച്ചു തരാം. അതായത് ഇവിടെ നോക്കൂ, ഇത് നമ്മുടെ എസ് ബ്ലോക്ക് ഗ്രൂപ്പ് 1ഉം 2ഉം ഉള്ളത്. ഇത് നമ്മുടെ പി ബ്ലോക്ക് ഗ്രൂപ്പ് 13 തൊട്ട് 18 വരെ ഉള്ളത്. അപ്പോൾ ഈ പി ബ്ലോക്കിനെയും ഈ എസ് ബ്ലോക്കിനെയും ഒരുമിച്ച് വിളിക്കുന്നതാണ് റിപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ് അല്ലെങ്കിൽ മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സ് എന്ന് കേട്ടോ. ഇനി the outermost electronic configuration varies from ns2 np1 to ns2 np6 in each period. അപ്പോൾ അവരുടെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ns2 np1 to 6 ആണ്. അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എഴുതാം. അതായത് ns2 np1 തൊട്ട് ns2 np6 വരെ. അത് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ കൂട്ടിയാണ് എഴുതാറ് എപ്പോഴും ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ns2 np1 to 6 എന്നാണ് ഇത് 1 to 6. ഓക്കെ, അതാണ് സാധാരണ എഴുതാറ്. അപ്പോൾ അതാണ് അവരുടെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. At the end of each period is a noble element with a closed valence shell ns2 np6 configuration. അപ്പോൾ ഓരോ പീരീഡ് അവസാനിക്കുമ്പോഴും ഒരു നോബിൾ ഗ്യാസിനെ കാണാം. ആ നോബിൾ ഗ്യാസ് എലമെൻറ്റിനെ കാണാം. ആ നോബിൾ ഗ്യാസ് എലമെൻറ്റിന് ഏത് നോബിൾ ഗ്യാസ് എലമെൻ്റ് ആയാലും കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കും. അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത് ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇത് നോക്കൂ, ഇപ്പോൾ ഈ ഒരു പീരീഡ് ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പീരീഡ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് എന്താണ് ഇവിടെ കാണുന്നത്? നിയോൺ കംപ്ലീറ്റ്ലി ഫിൽഡ് അല്ലേ? ഹീലിയം എടുത്താലും കംപ്ലീറ്റ്ലി ഫിൽഡ് അല്ലേ? ആർഗൺ എടുത്താലും കംപ്ലീറ്റ്ലി അല്ലേ? ക്രിപ്റ്റൻ ആയാലും സെനൻ ആയാലും ഒക്കെ കംപ്ലീറ്റ്ലി ഫിൽഡ് അല്ലേ? എല്ലാ ഒരു നോബിൾ ഗ്യാസിലല്ല എൻഡ് ചെയ്യണത്. ഇതാണ് പറയുന്നത്. പി ബ്ലോക്കിൽ ഏതൊരു പീരീഡ് എടുത്താലും എൻഡ് ചെയ്യുക നോബിൾ ഗ്യാസിലാണ്. അതെല്ലാം കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണ്. ഓക്കെ, ഇനി all the orbitals in the valence shell of the noble gases are completely filled electrons. നോബിൾ ഗ്യാസിലുള്ള എല്ലാ ഓർബിറ്റൽസിൻ്റെയും വാലൻസ് ഷെൽ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ നിന്ന് ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാനോ ആഡ് ചെയ്യാനോ നമുക്ക് സാധിക്കില്ല. The noble gases thus exhibit very low chemical reactivity. അപ്പോൾ നോബിൾ ഗ്യാസസ് അതുകൊണ്ട് തന്നെ ലോ കെമിക്കൽ റിയാക്ടിവിറ്റി ആണ് കാണിക്കുക. എന്താ കാരണം? ഒന്നും കൂടി പറഞ്ഞുതരാം. കാരണം എന്താ വെച്ചാൽ അവർക്ക് സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയ കാരണം അവർക്ക് ഇലക്ട്രോൺ ആഡ് ചെയ്യാനോ അവരിൽ നിന്ന് ഇലക്ട്രോൺ എടുക്കാനോ നമുക്ക് പറ്റില്ല. അപ്പോൾ സ്റ്റേബിളാണ് അല്ലേ? അവരിലൊരു തരത്തിലുള്ള ചേഞ്ചസ് നമുക്ക് വരുത്താൻ പറ്റണില്ല. അവർ റിയാക്റ്റീവ് ആവാൻ പറ്റില്ല അവർ. അപ്പോൾ കെമിക്കലി ലോ റിയാക്ടിവിറ്റി ഉള്ള ആൾക്കാരാണ് ആര്? നോബിൾ ഗ്യാസസ്. Preceding the noble gas family are two chemically important groups of non-metals. അപ്പോൾ നോൺ മെറ്റൽസിൻ്റെ രണ്ട് കെമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പാണ് നോബിൾ ഗ്യാസിന് മുമ്പുള്ളത്. They are called halogens group 17 and chalcogens group 16. These two groups of elements have highly negative electron gain enthalpy and readily add 1 or 2 electrons respectively to attain the stable noble gas configuration. അപ്പോൾ ഹാലജൻസും കാൽക്കോജൻസും ആണ് നോബിൾ ഗ്യാസ് ഫാമിലിക്ക് മുമ്പുള്ളത്. ഞാൻ കാണിച്ചു തരാം. നോക്കൂ, ഈ ഫ്ലൂറിൻ്റെ ഈ ഗ്രൂപ്പില്ലേ, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡൻ അങ്ങനെ പറഞ്ഞിട്ട് പോണ ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിനെ വിളിക്കുന്നതാണ് ഹാലജൻസ്. ഓക്സിജൻ, സൾഫർ, സെലീനിയം എന്ന് പറഞ്ഞാൽ അങ്ങനെ പോണ ഗ്രൂപ്പിനെയാണ് കാൽക്കോജൻസ് എന്ന് വിളിക്കാറ്. ഓക്കെ, ഗ്രൂപ്പ് 16 കാൽക്കോജൻസ് എന്നും ഗ്രൂപ്പ് 17 ഹാലജൻസ് എന്നാണ് വിളിക്കുക. ഇവിടെ ഗ്രൂപ്പ് 18 നോബിൾ ഗ്യാസ് എന്നും വിളിക്കും. ഓക്കെ, അപ്പോൾ ഈ ഹാലജൻസിലായാലും കാൽക്കോജൻസിലായാലും അവർക്ക് നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയാണുള്ളത്. അതുകൊണ്ട് എന്താണ് അതിൻ്റെ അർത്ഥം? നെഗറ്റീവ് അഫിനിറ്റിയാണ് അവർക്കുള്ളത്. അതായത് ഇലക്ട്രോണിനെ കൂടുതൽ വേണം സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അവർക്ക് ഇലക്ട്രോൺസ് രണ്ടോ അതിൽ കൂടുതലോ അവർക്ക് വേണം. അപ്പോൾ അവരത് അക്സെപ്റ്റ് ചെയ്യും. ഇലക്ട്രോണിനൊരു അഫിനിറ്റി ഉണ്ട് സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞില്ലേ, ഏതൊരു ആറ്റത്തിനും സ്റ്റേബിൾ ആവാനാണ് ആഗ്രഹം. അപ്പോൾ സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് ഒന്നല്ലെങ്കിൽ അവർ ഇലക്ട്രോണെ കളയും അല്ലെങ്കിൽ വാങ്ങിക്കും. ഇവർ രണ്ട് ഗ്രൂപ്പിന്, കാൽക്കോജൻസ് ആയാലും ഹാലജൻസ് ആയാലും, അവർക്ക് നെഗറ്റീവ് അതായത് ഇലക്ട്രോൺ വേണം അവർക്ക്. അപ്പം എന്തുണ്ടാവും? ഹൈലി നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയാണ് കാണിക്കുക. The non-metallic character increases as we move from left to right across the period and metallic character increases as we go down the group. അപ്പോൾ നോൺ മെറ്റാലിക് ക്യാരക്ടർ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുന്നതോറും നോൺ മെറ്റാലിക് ക്യാരക്ടർ കൂടും, മേലേന്ന് താഴത്തേക്ക് വരും. അതായത് ഡൗൺ ദ ഗ്രൂപ്പിൽ
മെറ്റാലിക് ക്യാരക്ടർ കൂടും. ലെഫ്റ്റ് നിന്ന് റൈറ്റ് വരുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? സൈസ് കുറയാണ് ചെയ്യുക. സൈസ് കുറയുമ്പോൾ മെറ്റാലിക് ക്യാരക്ടർ കുറയും, നോൺ മെറ്റാലിക് ക്യാരക്ടർ കൂടും. അതാണ് ഉണ്ടാവുന്നത്. മേലേന്ന് ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് വരുമ്പോൾ എന്താ ഉണ്ടാവണേ? മെറ്റാലിക് ക്യാരക്ടർ കൂടും. എങ്ങനെ? സൈസ് കൂടുന്നുണ്ട്, മെറ്റാലിക് ക്യാരക്ടർ കൂടും. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞേക്കണേ. അപ്പോൾ പി ബ്ലോക്കിൽ എത്രയേ ഉള്ളൂ? പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ 13 ഗ്രൂപ്പ് തൊട്ട് 18 ഗ്രൂപ്പ് വരെ ഉള്ളതാണ്. പി ബ്ലോക്കിനെയും എസ് ബ്ലോക്കിനെയും കൂടിയിട്ട് വിളിക്കുന്നതാണ് റിപ്രസെൻറ്റേറ്റീവ് എലമെന്റ്സ് അല്ലെങ്കിൽ മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ്. ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ NS2 NP1 to 6 ആണ്. അവരുടെ ഓരോ പീരീഡിന്റെ അവസാനിക്കുമ്പോഴും ഒരു നോബിൾ ഗ്യാസസ് ഉണ്ട്. അവർക്ക് സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണുള്ളത്. അതായത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഓർബിറ്റൽസ് ആണ് അവർക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ലോ കെമിക്കലി റിയാക്റ്റീവ് ആണ്. അവരുടെ നിന്ന് ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്യാനോ ആഡ് ചെയ്യാനൊന്നും സാധിക്കില്ല. അവർ റിയാക്ടിവിറ്റി അവരുടെ കുറവാണ്. ഈ നോബിൾ ഗ്യാസിന് മുമ്പുള്ള 2 ഗ്രൂപ്പുകളാണ് ഗ്രൂപ്പ് 17ഉം 16ഉം. 16നെ കാൽക്കുജൻസ് എന്ന് വിളിക്കും, 17നെ ഹാലജൻസ് എന്ന് വിളിക്കും. ഈ 2 ഗ്രൂപ്പും ഹൈലി നെഗറ്റീവ് ഇലക്ട്രോണിക് എൻതാൽപ്പി കാണിക്കുന്നവരാണ്. അവർ എപ്പോഴും ഒന്നോ അതിൽ കൂടുതലോ ഇലക്ട്രോൺസ് തന്നിലേക്ക് ആഡ് ചെയ്യാനാണ് എപ്പോഴും നോക്കുക, സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. നോൺ മെറ്റാലിക് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുന്തോറും കൂടും. മെറ്റാലിക് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ മേലേന്ന് താഴത്തേക്ക് വരുന്തോറും കൂടും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് പി ബ്ലോക്ക് എലമെന്റ്സിൽ പഠിക്കാനുള്ളത്. ഇനി അടുത്തത് ഡി ബ്ലോക്ക് എലമെന്റ്സ് ആണ്. ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ട്രാൻസിഷൻ എലമെന്റ്സ് ആണ്. ദീസ് ആർ ദി എലമെന്റ്സ് ഓഫ് ഗ്രൂപ്പ് 3 to 12 ഇൻ ദ സെന്റർ ഓഫ് ദി പീരിയോഡിക് ടേബിൾ. അപ്പോൾ ഈ എലമെന്റ്സ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് 3 തൊട്ട് 12 വരെയുള്ളതാണ്. പീരിയോഡിക് ടേബിളിന്റെ സെന്ററിലാണ് ഇവരെ കാണിച്ചു തരാം. കണ്ടു, പീരിയോഡിക് ടേബിളിന്റെ സെന്ററിൽ കാണുന്നതാണ് ഈ ഡി ബ്ലോക്ക്. ഓക്കെ, ഇത് സത്യം പറഞ്ഞാൽ ഒരുമിച്ചാണ്. ഞാൻ നിങ്ങൾക്ക് ആദ്യം പീരിയോഡിക് ടേബിൾ മൊത്തത്തിൽ കാണിച്ചു തന്നില്ലേ, ഇത് ഓരോ ബ്ലോക്കുകളായിട്ട് മാറ്റിയിട്ട് വേർതിരിച്ച് കാണിച്ചു തരാണ്. ഓക്കെ, അപ്പോൾ ഈ ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത് പീരിയോഡിക് ടേബിളിന്റെ സെന്ററിൽ വരുന്നതാണ്, ഗ്രൂപ്പ് 3 തൊട്ട് 12 വരെയുള്ളത്. ഇനി these are characterized by filling the inner d orbital electrons and are therefore referred to as d block elements. ഒരു d block elements എന്ന് വിളിക്കാൻ കാരണം എന്താ? കാരണം അവരുടെ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യപ്പെടുന്നത് ഇന്നർ ഡി ഓർബിറ്റൽസിനാണ്. അതുകൊണ്ടാണ് ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് വിളിച്ചത്. ദീസ് എലമെന്റ്സ് ഹാവ് ദി ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ n-1 d1 to 10 and ns0 to 2. അവരുടെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ n-1 d1 to 10ഉം ns0 to 2 ആണ്. അതായത് 3d10 4s2 എന്നൊക്കെ പറയില്ലേ, അതുപോലെ. അതായത് നമ്മുടെ എനർജി ലെവൽ വെച്ച് പറയുമ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അങ്ങനെയല്ലേ വരിക, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ n-1 d1 to 10 ns0 to 2 അതാണ് അവരുടെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ആരുടെ? ഡി ബ്ലോക്ക് എലമെന്റ്സിന്. ഇതൊരു വട്ടം ചോദിച്ചിട്ടുണ്ട്, എന്താണ് ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന്. അപ്പോൾ ഈ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എല്ലാത്തിനെയും പഠിച്ചു വെക്കുക, എല്ലാ ബ്ലോക്കിനെയും പഠിച്ചു വെക്കുക. ഏതാ ചോദിക്കുക നമുക്ക് പറയാൻ പറ്റില്ല, എളുപ്പമല്ല ഇത് പഠിക്കാൻ, മനസ്സിലാക്കുക. അപ്പോൾ തന്നെ നമുക്ക് എല്ലാം ഓർമ്മയിൽ നിന്നോളും. ഇനി they are all metals. എല്ലാ മെറ്റൽസ് ആണ് ഡി ബ്ലോക്കിലുള്ളത്. they mostly form colored ions, exhibit variable valence oxidation states, paramagnetism കാണിക്കും and often used as catalyst. അപ്പോൾ ഇവരെല്ലാം മെറ്റൽസ് ആണ് ഡി ബ്ലോക്ക് എലമെന്റ്സിലുള്ളത്. കളേർഡ് അയോൺസ് ആണ് കൂടുതലും. വേരിയബിൾ വാലൻസ് സ്റ്റേറ്റ് കാണിക്കും അല്ലെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. പാരാമാഗ്നറ്റിസം എന്ന് പറഞ്ഞാൽ അൺപെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് അവരിലുണ്ട്. ഇനി they are oftenly used as catalyst ആയിട്ടും അവരെ യൂസ് ചെയ്യും. However, zinc, cadmium and mercury, which have the outer electronic configuration n-1 d10 ns2, do not show most of the properties of the transition elements. Transition elements കാണിക്കുന്ന കൂടുതൽ പ്രോപ്പർട്ടീസും സിങ്കും കാഡ്മിയവും HGയും കാണിക്കില്ല. കാരണം അവരുടെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ n-1 d10 ns2 ആണ്. അങ്ങനെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കാണിക്കുന്ന സിങ്കും കാഡ്മിയവും മെർക്കുറിയും കൂടുതൽ ട്രാൻസിഷൻ എലമെന്റ്സ് കാണിക്കുന്ന പ്രോപ്പർട്ടീസ് കാണിക്കില്ല. അവർ ഞാൻ കാണിച്ചു തരാം അവരെവിടെയാണ് പീരിയോഡിക് ടേബിളിൽ ഇരിക്കണേന്ന്. നോക്കൂ, ഇതാണ് ഡി ബ്ലോക്ക് എലമെന്റ്സ്. ഈ ഡി ബ്ലോക്ക് എലമെന്റ്സിൽ ഇതേ കണ്ടു, സിങ്ക്, കാഡ്മിയം, മെർക്കുറി 12th ഗ്രൂപ്പിൽ ആണ് നമുക്ക് ഇവരെ കാണാൻ സാധിക്കുക. അപ്പോൾ ഈ 3 എലമെന്റ്സും ബാക്കിയുള്ള ട്രാൻസിഷൻ എലമെന്റ്സിനെ കമ്പയർ ചെയ്ത് അവർ കാണിക്കുന്ന പ്രോപ്പർട്ടീസ് ഇവർ കാണിക്കില്ല. ഓക്കെ, അവർ എക്സെപ്ഷണൽ കേസസ് ആണ്. ഇനി in a way, transition metals form a bridge between the chemically active metals of S block elements and the less active elements of group 13 and 14, and thus they take the familiar name transition elements. അങ്ങനെയാണ് ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന പേരെന്ന് വെച്ചാൽ എസ് ബ്ലോക്ക് തമ്മിലും പിന്നെ പി ബ്ലോക്കിൽ 13ഉം 14ഉം ഗ്രൂപ്പ് തമ്മിൽ അവരൊരു ബ്രിഡ്ജ് ഫോം ചെയ്യാണ്, അവരെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ബ്രിഡ്ജ് ഫോം ചെയ്യണ കാരണമാണ് അവർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ബ്ലോക്ക് എഫ് ബ്ലോക്ക് എലമെന്റ്സ് ആണ്. The 2 rows of elements at the bottom of the periodic table called lanthanoids and actinoids അവരെയാണ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയാം. ഞാൻ അത് കാണിച്ചു തരാം, ആ ബ്ലോക്ക് ഏതാണെന്ന് കാണിച്ചു തരാം.
ഇതാണ് എഫ് ബ്ലോക്ക് എലിമെൻറ്റ്സ്. കണ്ടോ, ലാൻത്തനോയിഡ്സ്, സെറിയം തൊട്ട് ലുറ്റീറ്റിയം വരെ, തോറിയം തൊട്ട് ലോറൻസിയം വരെ. കണ്ടു, അങ്ങനെ താഴെ കാണുന്ന 2 ബ്ലോക്കിനെയാണ് എഫ് ബ്ലോക്ക് എന്ന് പറയാം. ഇനി അപ്പോൾ ലാൻത്തനോയിഡും ആക്ടിനോയിഡ്സും ആർ characterized by the outer electronic configuration n-2 f1 to 14, n-1 d0 to 1 ns2. അപ്പോൾ ഇതാണ് ഇവരുടെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. എഫ് ബ്ലോക്ക് എലിമെൻസിൻ്റെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ n-2 f1 to 14, n-1 d0 to 1 and ns2. ഓക്കെ, the last electron added to each element is filled in f orbital. അതായത് ലാസ്റ്റ് വരുന്ന ഇലക്ട്രോൺ ഫില്ല് ആവുന്നത് എഫ് ഓർബിറ്റിലേക്കാണ്. അതുകൊണ്ടാണ് എഫ് ബ്ലോക്ക് എലിമെൻറ്റ്സ് എന്ന് ഇവർ വിളിക്കുന്നത്. These 2 series of elements are hence called inner transition elements or f block elements. അതുകൊണ്ട് ഇവരെ inner transition elements എന്നും അല്ലെങ്കിൽ എഫ് ബ്ലോക്ക് എലിമെൻറ്റ്സ് എന്നും വിളിക്കും. They are all metals. Metals ആണ്. ഡി ബ്ലോക്ക് എലിമെൻറ്റ്സും മെറ്റൽസ് ആയിരുന്നു, എഫ് ബ്ലോക്ക് എലിമെൻറ്റ്സും മെറ്റൽസ് ആണ്. Within each series the properties of the elements are quite similar. ഇവരിൽ നോക്കുമ്പോൾ ഇവരിലെ ഓരോ എലിമെൻറ്റ്സും മിക്ക എലിമെൻറ്റ്സും തമ്മിൽ സിമിലാരിറ്റി ഉണ്ട് പ്രോപ്പർട്ടീസിൽ വെച്ചിട്ട്. The chemistry of the early actinoids is more complicated than the corresponding lanthanoids. അതായത് ആക്ടിനോയിഡ്സിൻ്റെ ഒരു കെമിസ്ട്രി എന്ന് പറയുന്നത് ലാൻത്തനോയിഡ്സിനെക്കാളും കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം എന്താ, ഡ്യൂ ടു ദ ലാർജ് നമ്പർ ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് പോസിബിൾ ഫോർ ദീസ് ആക്ടിനോയിഡ് എലമെൻറ്റ്സ്. ആക്ടിനോയിഡ് എലമെൻറ്റ്സിന് കൂടുതൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന കാരണം അവരുടെ കെമിസ്ട്രി എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലെക്സ് ആണ്. ഇനി actinoid elements are radioactive. Actinoid elements radioactive ആണ്. Many of the actinoid elements have been made only in nanogram quantities or even less by nuclear reactions and their chemistry is not fully studied. ഈ ഒരു പോയിന്റ് നമ്മൾ പഠിക്കണമെന്നില്ല കേട്ടോ. The elements after uranium are called transuranium elements. അപ്പോൾ യുറാനിയത്തിന് ശേഷം വരുന്ന എലമെന്റ്സിനെ transuranium elements എന്നാണ് പറയാം. അപ്പോൾ ഇത്രയാണ് എഫ് ബ്ലോക്കിലുള്ളത് കേട്ടോ. ഇനി അടുത്തത് metals, non-metals and metalloids. In addition to displaying the classification of elements into S, P, D and F blocks, figure 3.3 shows another broad classification of elements based on their properties. അതാണ് ഞാൻ നേരത്തെ കാണിച്ച ഫിഗർ. ഓരോ ബ്ലോക്കിനെയും ഡിഫറെൻ്റ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. The elements can be divided into metals and non-metals. Elementsനെ metals ആയിട്ട് non-metals ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. Metals comprise more than 78% of all known elements and appear on the left side of the periodic table. Metals മോർ ദാൻ 78% ഉണ്ട്. നമുക്ക് പീരിയോഡിക് ടേബിൾ എടുത്ത് നോക്കുമ്പോൾ കൂടുതൽ എലമെൻസും മെറ്റൽസ് ആണ്. ഓക്കെ, അത് 78%-നേക്കാട്ടും കൂടുതലുള്ളതാണ്. അത് ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ കൂടുതലായിട്ട് മെറ്റൽസിനെ കാണുക. എന്തുകൊണ്ടാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്? കാരണം ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുന്നതോറും നോൺ മെറ്റാലിക് ക്യാരക്ടറാണ്. അപ്പോൾ ലെഫ്റ്റിലാണ് കൂടുതൽ മെറ്റൽസ് ഉണ്ടാവുക. മെറ്റൽസ് ആർ യൂഷ്വലി സോളിഡ്സ് അറ്റ് റൂം ടെമ്പറേച്ചർ. മെറ്റൽസ് സാധാരണ റൂം ടെമ്പറേച്ചറിൽ സോളിഡ് ആണ്. ബട്ട് ഹിയർ ഓൾസോ എക്സെപ്ഷൻസ് are there. അതെന്താണ്? മെർക്കുറി ഈസ് എൻ എക്സെപ്ഷൻ. മെർക്കുറി ലിക്വിഡ് ആണ്. ഗേലിയം ആൻഡ് സീഷ്യം ഓൾസോ ഹാവ് വെരി ലോ മെൽറ്റിംഗ് പോയിന്റ്. ഗേലിയത്തിനും സീഷ്യത്തിനും വളരെ ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ് ഉണ്ടാവുക. മെറ്റൽസ് യൂഷ്വലി ഹാവ് ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. മെറ്റൽസിന് സാധാരണ ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ആണ് ഉണ്ടാവുക. പക്ഷേ ഗേലിയം സീഷ്യത്തിൻ്റെ കാര്യത്തിൽ വളരെ ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ്. ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. മെറ്റൽസ് എല്ലാം ഗുഡ് ഹീറ്റിൻ്റെ ഇലക്ട്രിസിറ്റിയുടെയും നല്ല കണ്ടക്ടേഴ്സ് ആണ്. ദേ ആർ മാലിയബിൾ. മാലിയബിൾ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു ഹാമർ വെച്ച് തിൻ ഷീറ്റിനെ അടിച്ചാൽ അത് പരന്നിരിക്കും. അതിനെയാണ് മാലിയബിലിറ്റി എന്ന് പറയാം. ആൻഡ് ഡക്ടൈൽ. ഡക്ടൈൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് വയറിലേക്ക് ഇങ്ങനെ തിരിച്ചു വെക്കാൻ പറ്റുന്നത്. ഓക്കെ. ഇൻ കോൺട്രാസ്റ്റ് നോൺ മെറ്റൽസ് ആർ ലൊക്കേറ്റഡ് അറ്റ് ദ ടോപ്പ് റൈറ്റ് സൈഡ് ഓഫ് പീരിയോഡിക് ടേബിൾ. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ മെറ്റൽസ് ആണെങ്കിൽ റൈറ്റ് സൈഡിൽ പീരിയോഡിക് ടേബിളിൻ്റെ നോൺ മെറ്റൽസ് ആണ്. ഇൻഫാക്ട് ഇൻ എ ഹൊറിസോണ്ടൽ റോ ദ പ്രോപ്പർട്ടി ഓഫ് എലമെന്റ്സ് ചേഞ്ച് ഫ്രം മെറ്റാലിക് ഓൺ ദ ലെഫ്റ്റ് ടു നോൺ മെറ്റാലിക് ഓൺ ദ റൈറ്റ്. അപ്പോൾ ഹൊറിസോണ്ടൽ റോയിൽ നോക്കുകയാണെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്നതോറും മെറ്റാലിക് ക്യാരക്ടറിൽ നിന്ന് നോൺ മെറ്റാലിക് ക്യാരക്ടറിലാണ് നമ്മൾ എത്തുന്നത്. Non-metals are usually solids or gases at room temperature with low melting and boiling point. അപ്പോൾ non-metals എന്ന് പറയുന്നത് സോളിഡ് അല്ലെങ്കിൽ ഗ്യാസ് ആണ് റൂം ടെമ്പറേച്ചറിൽ. അവർക്ക് ലോ മെൽറ്റിംഗ് ബോയിലിംഗ് പോയിന്റ് ആണ് ഉണ്ടാവുക. ബോറോണും കാർബണും എക്സെപ്ഷൻസ് ആട്ടോ ഈ കേസിൽ. ദേ ആർ പുവർ കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. ഹീറ്റും ഇലക്ട്രിസിറ്റി ഒന്നും അങ്ങനെ കണ്ടക്ട് ചെയ്യില്ല. പുവർ കണ്ടക്ടേഴ്സ് ആണ്. മോസ്റ്റ് നോൺ മെറ്റാലിക് സോളിഡ്സ് ആർ ബ്രിട്ടിൽ ആൻഡ് ആർ നൈദർ മാലിയബിൾ നോർ ഡക്ടൈൽ. അപ്പം നേരെ മെറ്റൽസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നോൺ മെറ്റൽസ്. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചു വെക്കുക, അതിൻ്റെ ഓപ്പോസിറ്റ് എഴുതിയാൽ മതി. ഓക്കെ. The elements become more metallic as we go down a group. The non-metallic character increases as one goes from left to right across a periodic table. Change from metallic to non-metallic character is not abrupt, as shown by the thick zigzag line in figure 3.3. The elements silicon, germanium, arsenic, antimony and tellurium bordering this line and running diagonally across the periodic table show properties that are characteristics of
both metals and non-metals. These elements are called semi-metals or metalloids. അതായത് സിലിക്കൺ, ജെർമാനിയം, ആർസനിക്, ആന്റിമണി, ടെലൂറിയം. ഇവരൊക്കെ പറഞ്ഞാൽ പീരിയോഡിക് ടേബിളിൽ എവിടെയാണ് ഇവരെ കാണുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ദേ സിലിക്കൺ, ജെർമാനിയം, ആർസനിക്, ടെലൂറിയം ഇവരൊക്കെ ഒരു സിഗ്സാഗ് മൂവ്മെൻറ്റിലല്ലേ പോണേ. ഇവരെ പറയുന്നതാണ് സെമി മെറ്റൽസ് അല്ലെങ്കിൽ മെറ്റലോയിഡ്സ്. ഈ പിങ്ക് കളറിൽ ഷെയ്ഡ് ചെയ്തിരുന്നത് ബോറോണും പൊളോണിയും ഉണ്ട്, പക്ഷെ നമുക്ക് ഇവിടെ സാധാരണ ഇത് പഠിച്ചാൽ മതി. ഓക്കെ, സിലിക്കൺ, ജെർമാനിയം, ആർസനിക്, ടെലൂറിയം ഇവർ 4 പേരും മെറ്റലോയിഡ്സ് അല്ലെങ്കിൽ സെമി മെറ്റൽസ് ആണ് കേട്ടോ. മെറ്റൽസും അല്ല നോൺ മെറ്റൽസും അല്ല. കാരണം എന്താ അങ്ങനെ പേരിട്ട്? അവർക്ക് മെറ്റൽസിൻ്റെയും നോൺ മെറ്റൽസിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കാൻ പറ്റുന്നുണ്ട്, അതുകൊണ്ട്. ഓക്കെ, അപ്പോൾ മെറ്റൽസിലും നോൺ മെറ്റൽസിലും എന്താ നമുക്ക് പഠിക്കാനുള്ള? മെറ്റൽസ് എന്ന് പറഞ്ഞാൽ 78% കൂടുതൽ മെറ്റൽസ് ആണ് ഒരു പീരിയോഡിക് ടേബിളിൽ ഉള്ളത്. അത് സോളിഡ് ആണ് സാധാരണ. എക്സെപ്ഷൻസ് ഉണ്ട്. അവർ ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ആണ് കാണിക്കുക. അവിടെ വരുന്ന എക്സെപ്ഷനാണ് ഗേലിയം, സീഷ്യം. പിന്നെ അവർ ഹീറ്റിൻ്റെ ഇലക്ട്രിസിറ്റിയും ഗുഡ് കണ്ടക്ടേഴ്സ് ആണ്, മാലിയബിൾ ആണ്, ഡക്ടൈൽ ആണ്. പക്ഷെ നോൺ മെറ്റൽസ് എടുക്കുമ്പോൾ അവർ ടോപ്പ് റൈറ്റ് സൈഡിലാണ് കാണിക്കുക, പിന്നെ മെറ്റൽസ് ലെഫ്റ്റ് സൈഡിലാണ് കൂടുതലുണ്ടാവുക. അപ്പോൾ നോൺ മെറ്റൽസിൻ്റെ കാര്യം പറയാച്ചാൽ അവർ സോളിഡ് അല്ലെങ്കിൽ ഗേഷ്യസ് സ്റ്റേറ്റിലാണ് റൂം ടെമ്പറേച്ചറിലിരിക്കുക. ലോ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ആണ്. പുവർ കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി ആണ്. കൂടുതലും ബ്രിട്ടിലാണ്, മാലിയബിൾ അല്ല, ഡക്ടൈൽ അല്ല. ഓക്കെ, ഇതൊക്കെയാണ് കാര്യങ്ങൾ. സെമി മെറ്റൽസിൻ്റെ അല്ലെങ്കിൽ മെറ്റലോയിഡ്സിൻ്റെ കാര്യം പറയുമ്പോൾ ആരൊക്കെയാണ് അവർ? സിലിക്കൺ, ജെർമാനിയം, ആർസനിക്, ആന്റിമണി, ടെലൂറിയം ഇവരൊക്കെയാണ് ആ സെമി മെറ്റൽസ് അല്ലെങ്കിൽ മെറ്റലോയിഡ്സ് എന്ന് പറയുന്നത്. അവരെന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കണേ? മെറ്റാലിക് ക്യാരക്ടറും നോൺ മെറ്റാലിക് ക്യാരക്ടറും അവർ കാണിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയാണ് ചാപ്റ്റർ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്താണെന്ന് അറിയണ്ടേ? അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ടിൽ ദെൻ, താങ്ക് യു.